ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീകൃഷ്ണ വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനയും ക്ഷമയും. ഈ പ്രാർത്ഥനയ്ക്കും ക്ഷമയ്ക്കും ഇടയിൽ ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം. നാം പലപ്പോഴും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി ലഭിക്കാത്തപ്പോൾ ഭയങ്കര നിരാശ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഞാൻ എത്രത്തോളം പ്രാർത്ഥിക്കണം ഭഗവാനെ, എത്ര വഴിപാടുകൾ ചെയ്യണു ഭഗവാനെ, എന്നിട്ടും നീ എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ലല്ലോ, എനിക്ക് അതിനുള്ളൊരു വഴി കാണിച്ചു തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് നിരാശപ്പെടാറുണ്ട്. ദൈവം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്നുള്ള ചിന്തയൊക്കെയാണ് നമുക്കെപ്പോഴും മനസ്സിൽ വരാറ്. പക്ഷേ ഒന്ന് ഓർക്കുക, ദൈവം ഒരിക്കലും വൈകുന്നില്ല. അവിടുന്ന് പ്രവർത്തിക്കുന്നത് ശരിയായ സമയത്താണ്. അപ്പോൾ നമുക്കൊരു കഥയിലേക്ക് പോവാം. നമ്മൾ ഒരു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് വിതച്ച ഉടൻ തന്നെ, അല്ലെങ്കിൽ വിത്ത് വിതച്ച പിറ്റേ ദിവസമോ അതിനടുത്ത ദിവസമോ അത് മുള പൊട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കത് എടുത്തു നോക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് വളരുമോ? ഒരിക്കലും വളരില്ല. ദിവസം പോയിട്ട് ഇതെന്താ മുളയ്ക്കാത്തതെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് മുള വരില്ല, അത് നശിച്ചു പോവുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു വിത്ത് മണ്ണിൽ നട്ട ഉടനെ അത് വൃക്ഷമാകില്ല. അതിന് വെള്ളവും സൂര്യപ്രകാശവും സമയവും ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കർത്തവ്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും വിശ്വാസം നഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ടെൻഷനാണ് നമ്മളെ ദുർബലമാക്കുന്നത്. അപ്പോൾ നമ്മൾ കർത്തവ്യം ചെയ്ത് പ്രാർത്ഥിച്ച് അതിന് സമയം കൊടുത്ത് നമ്മൾ കാത്തിരിക്കുക. ക്ഷമ എന്ന് പറഞ്ഞത് വെറുതെ കാത്തിരിക്കുക എന്നല്ല, പ്രതീക്ഷ കൈവിടാതെ ദൈവത്തെ വിശ്വാസത്തോടെ, ദൈവം ഇത് എനിക്ക് നടത്തിത്തരും എന്നുള്ളൊരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്നതാണ് യഥാർത്ഥ ക്ഷമ, വിശ്വാസവും ക്ഷമയും. ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന നിർത്തരുത്, നിങ്ങളുടെ പരിശ്രമവും നിർത്തരുത്. ദൈവത്തിൻ്റെ പദ്ധതികൾ പലപ്പോഴും നമ്മുടെ ചിന്തകളേക്കാൾ വലിയവയാണ്. ഓർക്കുക, പ്രാർത്ഥന മനസ്സിന് ശക്തി നൽകുന്നു, ക്ഷമ ആ ശക്തിയെ വിജയത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, ആത്മാർത്ഥമായി നിങ്ങളുടെ കർത്തവ്യം ചെയ്യൂ. ശരിയായ സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള